വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ പലവിധമാണ്. കലം വാങ്ങണം, പൊങ്കാലയ്ക്ക് ആവശ്യമായ മറ്റുള്ള സാധനങ്ങൾ ഒരുക്കണം. അങ്ങനെ പൊങ്കാലയിടുന്ന സ്ത്രീകൾ പലവിധ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അത്തരത്തിലൊരു തയ്യാറെടുപ്പ് കാണാം. തലസ്ഥാന നഗരിയുടെ രാജവീഥിയായ കവടിയാറിന്റെ ഇരുവശങ്ങളും ബുക്ക്ഡാണത്രേ. അതെന്താണെന്ന് അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരമുള്ള കവടിയാറിൽ ഇപ്പോൾ തന്നെ പൊങ്കാലയ്ക്കുള്ള ബുക്കിംഗ് ഒക്കെ ആയി കഴിഞ്ഞു. ഈ മരത്തണലിലെത്തി ഭക്തജനങ്ങൾ പൊങ്കാലയിടാനായി ചുടുകല്ല് വെച്ച് ബുക്ക് ചെയ്തിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. ഇത് മറ്റെവിടെയുമല്ല, ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാറി കവടിയാറാണ്. പൊങ്കാലയ്ക്ക് 4 ദിവസം ശേഷിക്കെ ചുടുകല്ല് വെച്ച ഒരു സ്ഥലം അങ്ങ് റിസർവ് ചെയ്തു. രാജവീഥിയിലെ മരത്തണലിലിരുന്ന് പൊങ്കാലയിടാൻ. ഇനി അങ്ങോട്ട് തലസ്ഥാന നഗരിയിൽ ഇതൊരു പതിവ് കാഴ്ചയാകും. പൊങ്കാലയിടുന്ന സ്ത്രീകൾ നഗരവീഥികൾ റിസർവ് ചെയ്യും. വ്യക്തികൾ മാത്രമല്ല, സ്ഥാപനങ്ങളുടെ പേരിലും റിസർവേഷനുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തിസാന്ദ്രമാണ് ക്ഷേത്ര പരിസരം. ക്ഷേത്രനടയിലെത്തുന്ന ഭക്തർ ആറ്റുകാലമ്മയുടെ ഇഷ്ടവഴിപാടായ നാരങ്ങ വിളക്ക് വയ്ക്കാതെ മടങ്ങാറില്ല. ക്ഷേത്രനടയിൽ പൊൻപ്രഭയേകുകയാണ് ഈ വിളക്കുകൾ. നാരങ്ങമാലയും നാരങ്ങ വിളക്കും ആറ്റുകാലമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. നാരങ്ങയുടെ സത്ത് കളഞ്ഞ് തോടിൽ കുങ്കുമം ചാർത്തി തിരി തെളിച്ച് ദേവിക്ക് മുന്നിൽ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി പ്രാർത്ഥിക്കും. ഇഷ്ടവഴിപാടർപ്പിച്ച് ദേവിക്ക് മുന്നിൽ മനം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ ആറ്റുകാലമ്മ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേൻ്റെ നടയെ കത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കൂടുതൽ പേരും അങ്ങനെ ചെയ്യുന്നത്. കോവിഡ് ആശങ്കകൾക്ക് വിരാമമിട്ട ശേഷം നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ നാരങ്ങ വിളക്ക് വാങ്ങി ദേവിക്ക് മുന്നിൽ തിരിതെളിയിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. വർഷവും അങ്ങനെയാണ്. കഴിഞ്ഞ 2 വർഷം കോവിഡ് സംബന്ധിച്ചില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, എന്നാലും ഇത്രയും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം ഭയങ്കര ഗംഭീരമാണ്. ആറ്റുകാലമ്മയ്ക്ക് മുന്നിലെത്തി മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഭക്തലക്ഷങ്ങൾ ദേവിയുടെ ഇഷ്ട വഴിപാട് നടത്താൻ മറക്കാറില്ല. കുരുന്നുകളും മുതിർന്നവരും വ്യത്യാസമില്ലാതെ നാരങ്ങ വിളക്ക് കത്തിച്ചു മടങ്ങുന്നു. ക്ഷേത്രനടയിൽ ദീപാലങ്കാരങ്ങൾ ഏറെയുണ്ടെങ്കിലും ആറ്റുകാലമ്മയുടെ ഇഷ്ടവഴിപാടായ നാരങ്ങ വിളക്കിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെ. ന്യൂസ് 18 തിരുവനന്തപുരം. ഗുരുവായൂർ ആനയോട്ടത്തിൽ ഒന്നാമനായി ഗോകുൽ. 20 ആനകളെയാണ് ആനയോട്ടത്തിന് അണിനിരത്തിയത്. ഇതിൽ 10 ആനകളിൽ നിന്ന് 5 ആനകളെ മുൻനിരയിൽ ഓടുന്നതിനായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ചെന്താമരാക്ഷൻ, ദേവി, ഗോകുൽ, കണ്ണൻ, വിഷ്ണു എന്നീ ആനകളാണ് ഇപ്രകാരം മുൻനിരയിൽ നിന്ന് ഓടാൻ യോഗ്യത നേടിയത്. ഈ ആനകളെ കൂടാതെ ഗോപികണ്ണനും രവികൃഷ്ണനും കരുതൽ ആനകളായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രഗോപുര കവാടം ആദ്യം കടന്ന ഗോകുൽ എന്ന ആനയെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ച് വിജയായി പ്രഖ്യാപിക്കുകയായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന ആനയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം മാറ്റി. നേരത്തെ മറ്റ് ആനകളോടൊപ്പം എഴുന്നള്ളിക്കുന്നതിന് ജില്ലാതല മോണിറ്ററിംഗ് സമിതി അനുമതി നിഷേധിച്ചിരുന്നു. ഒറ്റയ്ക്ക് എഴുന്നള്ളിക്കാൻ മാത്രമാണ് സമിതി അനുമതി നൽകിയിരുന്നത്. ഇതിനെതിരെ തെച്ചിക്കോട്ട് ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതി പരിഗണിച്ചാണ് ജില്ലയിലെ നിയന്ത്രണം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഹൈക്കോടതി അനുമതി നൽകിയിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്
സാധ്യതകൾ പരിശോധിക്കാതെയാണെന്നായിരുന്നു പരാതി. ഇന്ന് ചേർന്ന ജില്ലാതല മോണിറ്ററിംഗ് സമിതിയാണ് ഇക്കാര്യം പരിശോധിച്ച നിയന്ത്രണം നീക്കിയത്. കായംകുളത്ത് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ദേശീയപാതയിൽ കായംകുളം KPSCക്ക് സമീപം സ്കൂട്ടറും ടിപ്പറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ഓച്ചിറ സ്വദേശി സോമൻനാഥൻ നായരാണ് മരിച്ചത്. കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി മാങ്കുളത്ത് വിനോദയാത്രയ്ക്കിടെ പുഴയിൽ മുങ്ങി മരിച്ച 3 വിദ്യാർത്ഥികൾക്ക് വിട നൽകി സഹപാഠികളും അധ്യാപകരും. കാലടി മഞ്ഞപ്ര ജ്യോതിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 3 പേര്. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ഒരു മാസം മുമ്പ് മരിച്ച ഭർത്താവിനുള്ള വാക്കുപാലിക്കാനായി മകനെ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് അയച്ച ജിഷയ്ക്ക് മാങ്കുളം ദുരന്തത്തോടെ മകനെയും നഷ്ടമായി. കാലടി മാണിക്യമംഗലത്തെ അർജുന്റെ വിയോഗം നാട്ടുകാർക്കും വേദനയായി. കഴിഞ്ഞ ജനുവരി 29-ന് ജോലി ചെയ്യുന്ന അരിമിലിലെ മേൽക്കൂര മാറ്റുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് അർജുന്റെ അച്ഛൻ ഷിബു മരിച്ചത്. മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പരീക്ഷയും എഴുതിയാണ് അർജുൻ യാത്ര പോയത്. അച്ഛന്റെ വേർപാടിന്റെ വേദനയിൽ യാത്രയ്ക്കില്ലെന്ന് അർജുൻ തീർത്തു പറഞ്ഞു. എന്നാൽ ടൂറിന് വിടാൻ അച്ഛൻ വാക്ക് നൽകിയതിനാൽ യാത്ര പോകണമെന്ന് അമ്മയും ബന്ധുക്കളും നിർബന്ധിച്ചു. എന്നാൽ കണ്ണീരിൽ അവസാനിക്കാനായിരുന്നു ഈ യാത്രയുടെയും നിയോഗം. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാണ് ഈ കഴിഞ്ഞ ദിവസം വിനോദയാത്രയ്ക്ക് പോകാൻ അവന് വലിയ മനസ്സുണ്ടായില്ല. എങ്കിലും അച്ഛൻ ഈ തവണ വിടാം എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് അമ്മ നീ പൊക്കോളാൻ പറഞ്ഞു വിട്ടതാണ്. ഈ അകാല മരണം, ഈ അപകട മരണം ഈ കുടുംബത്തെയും ഈ നാടിനെയും ആകെ തളർത്തിയിരിക്കുകയാണ്. ഭർത്താവിന്റെ മരണശേഷം പലചരക്കടയിൽ ജോലി നോക്കിയാണ് ജിഷ കുടുംബം പുലർത്തുന്നത്. മകൾ അപർണ വിദ്യാർത്ഥിനിയാണ്. ഇടുക്കി സ്വദേശിയായ ഷിബു 15 വർഷമായി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ച ശേഷം 2 വർഷം മുമ്പാണ് മാണിക്യമംഗലത്ത് വീട് നിർമ്മിച്ച് ഇവിടേക്ക് താമസം മാറ്റിയത്. ന്യൂസ് 18 കൊച്ചി. കായംകുളത്ത് വൻ സ്പിരിറ്റ് വേട്ട. പത്തിയൂർക്കാലയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 2135 ലിറ്റർ സ്പിരിറ്റാണ് കായംകുളം എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത്. 61 കന്നാസുകളിൽ ഒളിപ്പിച്ചായിരുന്നു സൂക്ഷിച്ചിരുന്നത്. പത്തിയൂർ സജീവഭവനത്തിൽ സജീവ്, ഇയാളുടെ സുഹൃത്തായ കായംകുളം ചേരാവള്ളി പുതുമുഖത്ത് വടക്കത്തിൽ വീട്ടിൽ സ്റ്റീഫൻ വർഗീസ് എന്നിവരാണ് പ്രതികൾ. പ്രതിയെ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് അറസ്റ്റ് ചെയ്തു. 2ാം പ്രതി സ്റ്റീഫൻ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. പാലക്കാട് വിളയൂരിൽ നിന്ന് കഞ്ചാവും മെത്താഫെറ്റമിനുമായി ഒരാൾ പിടിയിൽ. പാലക്കാട് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ടീമുകളും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും പട്ടാമ്പി എക്സൈസ് റേഞ്ചും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വിളയൂർ കണ്ടേക്കാവ് ചിറതൊടി വീട്ടിൽ സെയ്തലവി എന്നയാളെ കഞ്ചാവും മെത്താഫെറ്റമിനുമായി പിടികൂടിയത്. ഇയാളുടെ വീട്ടുമുറ്റത്തെ മാരുതി ആൾട്ടോ കാറിൽ കടത്തിക്കൊണ്ടുവന്ന 9 കിലോഗ്രാം ഉണക്ക കഞ്ചാവും 6 ഗ്രാം മെത്താഫെറ്റമിനും കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറത്തും വൻ കഞ്ചാവ് വേട്ട. അരക്കോടി വില വരുന്ന 62 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. 2 പേർ പിടിയിലായി. പൂഞ്ഞാർ സ്വദേശി ജോസി സെബാസ്റ്റ്യൻ, തൊടുപുഴ സ്വദേശി പ്രകാശ് ജോസ് എന്നിവരാണ് പിടിയിലായത്. ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് ഇവർ കൊണ്ടുവന്നത്. കണ്ണൂർ കാഞ്ഞിരോട് സബ്സ്റ്റേഷൻ യാർഡിൽ തീപിടുത്തം. രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തീപിടുത്തത്തിൽ ഫോണിനായി സ്ഥാപിച്ച വയറുകൾ കത്തി നശിച്ചു. തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ നഗരൂർ പഞ്ചായത്ത് ഓഫീസിൽ തീപിടുത്തം. ഫയലുകളും രാത്രിയോടെയുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചു. കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളും കത്തി നശിച്ചവയിൽ ഉൾപ്പെടുന്നു. ആറ്റിങ്ങലിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. കാസർഗോഡ് ബെളാന്തോട് ചാമുണ്ടിക്കുന്നിൽ വൻ തീപിടുത്തം. വനമേഖലയോട് ചേർന്നാണ് തീപിടുത്തമുണ്ടായത്. വീട്ടുമുറ്റത്തെ പറമ്പിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾ കത്തിച്ചപ്പോൾ കാറ്റിന്റെ വേഗതയിൽ സമീപത്തെ വനമേഖലയിലേക്ക് തീ പടരുകയായിരുന്നു. 3 കിലോമീറ്ററോളം ദൂരത്തിൽ തീ പടർന്നു പിടിച്ചു. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് മണിക്കൂറുകളെടുത്താണ് തീ അണയ്ക്കാനായത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ വീടുകൾ തകർന്നു. മുത്തമ്മ കോളനിയിലെ 2 വീടുകളാണ് ഒറ്റയാന്റെ ആക്രമണത്തിൽ തകർന്നത്. പ്രദേശവാസികളായ അന്നാലക്ഷ്മി, പാണ്ഡി എന്നിവരുടെ വീടുകളാണ് ആന തകർത്തത്. മുറിവാലൻ എന്ന ഒറ്റയാനാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം 301 കോളനിയിലും ആന വീട് തകർത്തിരുന്നു. ചിന്നക്കനാലിൽ കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കെയാണ് അപകടകാരിയായ അരിക്കൊമ്പനെ കൂടാതെ ചക്കക്കൊമ്പൻ, മുറിവാലൻ തുടങ്ങിയ ഒറ്റയാന്മാരും പതിവായി ജനവാസ മേഖലയിൽ നാശനഷ്ടം വരുത്തുകയാണ്.
പുനലൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനാവശ്യ ഇടപെടലും RTO ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക ഇടനിലയും നിൽക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഏജന്റുമാരിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം പിടികൂടുകയും മറ്റ് ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ സംഘമാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലെ വാലില്ലാപ്പുഴയിൽ ക്രഷർ പ്രവർത്തനം തടഞ്ഞ് നാട്ടുകാർ. രാത്രിയും ക്രഷർ പ്രവർത്തനം തുടർന്നതോടെയായിരുന്നു പ്രതിഷേധമുണ്ടായത്. നാട്ടുകാർ ടിപ്പർ ലോറികൾ തടഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കരീം പഴങ്കലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പകൽ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയമെന്നിരിക്കെ രാത്രിയിൽ ക്രഷർ പ്രവർത്തിക്കുന്നത് വലിയ ദുരിതമാണ് നാട്ടുകാർക്കുണ്ടാക്കുന്നത്. പരീക്ഷ കൂടി അടുത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോലും ആകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതിഷേധത്തെ തുടർന്ന് അരീക്കോട് പോലീസെത്തി ചർച്ച നടത്തിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എറണാകുളം പെരുമ്പാവൂരിൽ പ്ലൈവുഡ് കമ്പനിയിൽ ബ്രോയിലർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കുറ്റിപ്പാടത്തെ പ്ലൈവുഡ് കമ്പനിയാണ് അപകടമുണ്ടായത്. വേനൽ കനത്തു. വേനലിൽ വെന്തുരുകി വയനാട്. ബാഷ്പീകരണ തോതും മറ്റും ജില്ലകളേക്കാൾ കൂടുതലാണ് വയനാട്ടിൽ. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കണക്ക് പ്രകാരം താപനില മുൻവർഷത്തേക്കാൾ കൂടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ഥിതി തുറന്നാൽ വരും ദിവസങ്ങളിൽ ചൂടേറുമെന്നാണ് കണക്കാക്കുന്നത്. 2 ആഴ്ചയായി കനത്ത ചൂടാണ് വയനാട്ടിൽ. കാർഷിക മേഖലയിലും വലിയ പ്രതിസന്ധിയാണ്. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കണക്കുകൾ പ്രകാരം ഈ മാസം 31.8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ജില്ലയിൽ ബാഷ്പീകരണ തോതും ഉയർന്നു നിൽക്കുകയാണ്. മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിൽ വേനൽ ചൂട് ഇത്തവണ കനക്കുമെന്ന സാഹചര്യമാണ് ഉള്ളത്. ബാഷ്പീകരണ തോത് അനിയന്ത്രിതമായി ഉയർന്നതും കാറ്റിന്റെ വേഗതയും വരൾച്ചയ്ക്കും ചൂടിന്റെ ആക്കത്തിനും വേഗത വർദ്ധിപ്പിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം മേധാവി വ്യക്തമാക്കുന്നു. ജലാംശത്തിന്റെ തോത് അല്ലെങ്കിൽ ബാഷ്പീകരണം 8.4 മില്ലിമീറ്ററിൽ കൂടുതലായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുള്ള ഈ ബാഷ്പീകരണം മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലവയൽ അല്ലെങ്കിൽ വയനാട്ടിലുള്ള ബാഷ്പീകരണം വളരെ കൂടുതലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയിൽ ജില്ലയിൽ രേഖപ്പെടുത്തിയത് മാർച്ചിലായിരുന്നു, 32.9. എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ താപനില 31.8 ഡിഗ്രി സെൽഷ്യസിലെത്തി. വേനൽ ചൂടിന് കാഠിന്യമേറിയതോടെ പുഴകളിലെയും കിണറുകളിലെയും മറ്റ് ജലാശയങ്ങളിലെയും ജലനിരപ്പ് താഴ്ന്നു. ചൂടിനാശ്വാസമായി വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വയനാട് ജില്ലയിലെ കർഷകർ. ന്യൂസ് 18 വയനാട്. പൊതുവിദ്യാലയങ്ങളുടെ ഗുണതാ പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി പഠനയാത്ര സംഘടിപ്പിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠനയാത്രയുടെ ഭാഗമായി ഒളിയത്തുകടവ്, ശ്രീനാരായണ വിദ്യാലയം, ഗാന്ധി മ്യൂസിയം എന്നിവിടങ്ങൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരവും എന്ന പാഠഭാഗത്തെ അവലംബമാക്കിയാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. 77 വിദ്യാർത്ഥികളും അധ്യാപകരായ PU ജ്യോതി, K ഹേമലത, N സുമിത്ര എന്നിവർ അടങ്ങുന്നതായിരുന്നു യാത്രാസംഘം. കുഞ്ഞു തെയ്യമായി നിറഞ്ഞാടി ആർദ്രവ്. സീതയും മക്കളും എന്ന തെയ്യത്തിലെ ലവന്റെ വേഷമാണ് ആർദ്രവ് കെട്ടിയാടിയത്. മുഖത്തെഴുതി ചമയങ്ങൾ ചാർത്തി കുട്ടിത്തെയ്യമായി ആർദ്രവ് നിറഞ്ഞാടിയപ്പോൾ കാണികൾക്ക് കൗതുകമായിരുന്നു. തലശ്ശേരിയിലെ ആണ്ടല്ലൂർക്കാവിലെ ഉത്സവവേദിയിലായിരുന്നു അച്ഛനൊപ്പമുള്ള ആർദ്രവിന്റെ അരങ്ങേറ്റം. ക്ഷേത്രമുറ്റങ്ങളിലെ മേളപ്പെരുക്കത്തിൽ കുട്ടിത്തെയ്യം കൊട്ടിക്കയറി. എല്ലാ കണ്ണുകളും ആർദ്രവിലേക്കായിരുന്നു. അച്ഛനും മുത്തച്ഛനുമെല്ലാം തെയ്യം കലാകാരന്മാരെന്ന പാരമ്പര്യവും ആർദ്രവിന് മുതൽക്കൂട്ടാണ്. തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും മുഖത്തെഴുത്തുമെല്ലാം കണ്ടാണ് കുഞ്ഞ് ആർദ്രവ് വളർന്നത്. തെയ്യം കലാകാരനായിരുന്ന നാരായണന്റെ ചെറുമകനാണ് ആർദ്രവ്. ഇവിടെ വീട്ടിൽ വന്നാൽ തന്നെ ഞാൻ കെട്ടിയ തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങൾ എടുത്തിട്ട് കെട്ടിയിട്ട് കളിക്കും. അപ്പോൾ അങ്ങനെ
എൻ്റെ സമുദായത്തിൽപ്പെട്ട മനോജ് അണ്ടല്ലൂർ മനോജ് 300 എന്ന് പറഞ്ഞ ആൾ എന്നോട് ചോദിച്ചു, മോഹനെ ഇപ്രാവശ്യം നമ്മുടെ ക്ഷേത്രത്തിൽ അണ്ടല്ലൂർ കാവിൽ അരങ്ങേറ്റം കുറിച്ചുകൂടെ എന്ന് ചോദിച്ചു. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനത് സ്വീകരിച്ചത്. അങ്ങനെ തന്നെ കൂട്ടി ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ചെറിയ മോനായതുകൊണ്ട് അവിടെ കെട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ പോയപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ സീതയും മക്കളുള്ള ഒരു മകനായിട്ട് ചെയ്തിട്ടുണ്ട്. ആർദ്രവിന്റെ കുട്ടിത്തെയ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ന്യൂസ് 18 തലശ്ശേരി. ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തി. കൂട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് ആമ കുടുങ്ങിയത്. മനുഷ്യരിൽ അലർജിക്ക് കാരണമാകുന്ന ചെഞ്ചവിയൻ ആമകൾ തദ്ദേശ ജീവികളെ നശിപ്പിക്കുകയും ചെയ്യും. കുടയത്തൂരിൽ പിടികൂടിയ ചെഞ്ചവിയൻ ആമയെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. മലങ്കര ജലാശയത്തിൽ മത്സ്യബന്ധനത്തിനായി കെട്ടിയ വലയിൽ കുടുങ്ങിയ നിലയിലാണ് ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയത്. മലങ്കര റിസർവോയറിന് കീഴിലുള്ള മത്സ്യത്തൊഴിലാളികളായ അഭിലാഷ്, ജോയ്സ്, രാഹുൽ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ജലാശയത്തിൻ്റെ കുടയത്തൂർ ഭാഗത്താണ് വല കെട്ടിയത്. പുലർച്ചെ വലയഴിക്കാൻ ചെന്നപ്പോഴാണ് ആമയെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പിടികൂടിയ ആമയെ മുട്ടം വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. ഇതിനു മുൻപും ഇത്തരത്തിൽ മലങ്കര ഡാമിൽ നിന്നും ചെഞ്ചവിയൻ ആമയെ കണ്ടെത്തിയിട്ടുണ്ട്. വലയിൽ കുടുങ്ങുന്ന മത്സ്യങ്ങളെ തിന്നു തീർക്കുന്ന ഇവ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ചെഞ്ചവിയൻ ആമയെന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു ആമയാണ്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. മലങ്കര ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക്. ഞങ്ങളപ്പോൾ സംഘം ചേർന്ന് മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിപ്പോൾ ഒരു ശല്യം ഭീഷണിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വലയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലയ്ക്കകത്ത് കിടക്കുന്ന മീനുകളെ മൊത്തം തിന്നുകയും ഇത് എന്തോ മാരക വിഷമുള്ള ഒരു ആമയും കൂടെ ആമയുടെ ഇനത്തിൽപ്പെട്ട ഒരു ആമയാണിത്. ഈ ആമകളുടെ ശരീരത്തിലെ ബാക്ടീരിയ മനുഷ്യരിൽ അലർജിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഭാഗ്യദായകമാണ് എന്ന് കരുതിയും കൗതുകത്തിനുമാണ് ആളുകൾ ഇവയെ വാങ്ങുന്നത്. നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്ന ആമകൾ വളരെ വേഗം വളരും. എന്നാൽ കൗതുകം നഷ്ടപ്പെടുന്നതോടെ ഉടമകൾ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഇതിനാലാണ് ആമകളെ ജലാശയത്തിൽ കൂടുതലായി കാണുന്നതെന്ന് അധികൃതർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. ഉരുകിയൊലിച്ച ടാറിൽ പുതഞ്ഞ് ജീവന് വേണ്ടി കരഞ്ഞ നായക്കുട്ടിക്ക് രക്ഷകരായി മൃഗസംരക്ഷകരായ മഞ്ജുവും കീർത്തിദാസും. മണിക്കൂറുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ടാറിൽ പുതഞ്ഞ അവശനായ നായക്കുട്ടിയെ രക്ഷിക്കാനായത്. തൊടുപുഴയിലാണ് നായക്കുട്ടി ടാറിനുള്ളിൽ അകപ്പെട്ടത്. തൊടുപുഴ വെങ്ങല്ലൂർ മങ്ങാട്ടുകവല 4 വരി പാതയോരത്താണ് നായക്കുട്ടി ടാറിൽ വീണത്. വഴിയാത്രക്കാരുടെ ശ്രദ്ധ പതിയാത്ത സ്ഥലത്താണ് വീപ്പമറിഞ്ഞൊഴുകിയ ടാറിൽ നായ പുതഞ്ഞത്. സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നായയുടെ ശരീരഭാഗത്തിൻ്റെ പകുതി ടാറിൽ അമർന്നു. സമീപത്തുള്ള കടയുടമ റോഡരികിലൂടെ നടന്നപ്പോഴാണ് നായ ടാറിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ മൃഗസംരക്ഷകരായ മഞ്ജുവിനെയും കീർത്തിദാസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇരുവരും സ്ഥലത്തെത്തി നായയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും നായ കടിക്കാൻ ശ്രമിച്ചതുമൂലം നടന്നില്ല. ഏറെ സമയത്തെ പരിശ്രമത്തിനു ശേഷമാണ് നായക്കുട്ടിയെ ശാന്തനാക്കി രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. മണ്ണെണ്ണ ഉപയോഗിച്ച് കട്ട പിടിച്ച ടാറിൽ നിന്ന് നായക്കുട്ടിയെ സമീപത്തുള്ള സ്ഥലത്തേക്ക് മാറ്റി. തുടർന്ന് തുണി ഉപയോഗിച്ച് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ശരീരഭാഗത്തെ ടാർ മുഴുവൻ നീക്കം ചെയ്തു. രക്ഷകരുമായി ഇണങ്ങിയ നായയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകി. പിന്നീട് ജില്ലാ മൃഗാശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നായക്കുട്ടിയെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മറ്റാർക്കെങ്കിലും കൈമാറുകയോ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കുകയോ ചെയ്യുന്നതിനാണ് ആലോചന. സേവ് ദ ആനിമൽ എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് മഞ്ജുവും കീർത്തിദാസും. അപകടത്തിലും മറ്റ് ഉപദ്രവങ്ങളാലും പരിക്കേൽക്കുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതുമായ മൃഗങ്ങളെ കണ്ടെത്തി പരിചരിക്കുകയും സംരക്ഷിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ സേവനങ്ങൾക്ക് വിവിധ തലങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാജ ശർക്കരയുടെ കടന്നുവരവ് മറയൂർ ശർക്കരയുടെ വിപണിയെ ബാധിക്കുകയാണ്. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടും വിപണിയിൽ വലിയ വെല്ലുവിളികളാണ് മറയൂർ ശർക്കര നേരിടുന്നത്. മറയൂർ ശർക്കരയ്ക്ക് വിപണിയിൽ വലിയ ഡിമാൻഡാണുള്ളത്. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതാണ് മറ്റുള്ളവയിൽ നിന്നും മറയൂർ ശർക്കരയെ വ്യത്യസ്തമാക്കുന്നതും. എന്നാൽ കടുത്ത പ്രതിസന്ധിയാണ് ശർക്കര കർഷകർ നേരിടുന്നത്. വിപണിയിൽ സുലഭമായി എത്തുന്ന വ്യാജ ശർക്കരയാണ് യഥാർത്ഥ ഉൽപ്പാദകരെ വലയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഗുണനിലവാരമില്ലാത്ത ശർക്കര മറയൂർ ശർക്കര എന്ന പേരിൽ വിപണിയിൽ വിൽക്കുന്നുണ്ട്. ഉൽപ്പാദനത്തിനനുസരിച്ച് വില കിട്ടാത്തതും വ്യാജ ശർക്കരയുടെ വ്യാപനവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാണ് നൽകുന്നത്.
തമിഴ്നാട്ടുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ലെവൽ സ്ഥലമായതുകൊണ്ട് അവർക്ക് മെഷീനറി ഉപയോഗിക്കാൻ ട്രാക്ടർ പോലുള്ള മെഷീനറി ന്യൂ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിവിടെ ഈ തട്ടുതട്ടായുള്ള ഭൂമി ആയതുകൊണ്ട് മാൻ പവറാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഉൽപ്പാദന ചെലവ് കൂടുന്നു. തമിഴ്നാട് ഉൽപ്പാദന ചെലവ് കുറയുന്നു. ഗവൺമെന്റിന്റെ ന്യായമായ സഹായം അവർക്ക് കർഷകർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ ഒരു വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. മറയൂരിലെ കരിമ്പ് കർഷകരെ മാത്രം ആശ്രയിച്ചാണ് ഒറിജിനൽ മറയൂർ ശർക്കരയുടെ ഉൽപ്പാദനം. വിപണിയിൽ വ്യാജനെത്തുമ്പോൾ ഇത് കർഷകർക്ക് പ്രതിസന്ധിയാണ്. വിപണിയിലെത്തുന്ന വ്യാജ ശർക്കരയുടെ വിപണനം തടയുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇതോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.